വീണ്ടും വാർത്തകളിലേക്ക്. അസമിൽ സുഖോയ് യുദ്ധവിമാനം തകർന്നതായി വ്യോമസേന സ്ഥിരീകരിച്ചു. ജോർഹട്ടിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് യുദ്ധവിമാനം ഇന്നലെ തകർന്നു വീണത്. തെരച്ചിൽ തുടരുന്നതായും വ്യോമസേന അറിയിച്ചു. നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇതിപ്പോൾ തകർന്നു വീണ വിമാനം എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആര്യ കീർത്തന, ഈ സുഖോയ് വിമാനം എവിടെയാണ് തകർന്നു വീണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വ്യോമസേന ഉള്ളത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ 7:42 രാത്രി 7:42 വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. 2 പേർക്ക് സഞ്ചരിക്കാവുന്ന യുദ്ധവിമാനമാണ് സുഖോയ് M30. ഈ വിമാനം ഇന്നലെ പരിശീലന പറക്കലിന് ഉയർന്നതിന് പിന്നാലെയായിരുന്നു അപ്രത്യക്ഷമാവുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഈ പൈലറ്റുമാരുടെ സാഹചര്യത്തെക്കുറിച്ച് ആ കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യോമസേന വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചു. വിമാനം പോയ റഡാറിൽ അവസാനമായി കണ്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയിൽ പ്രധാനമായും തിരച്ചിൽ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിമാനത്തിന്റെ അടുത്തേക്ക് ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം അടക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എഞ്ചിൻ തകരാറോ അത്തരത്തിലുള്ള പ്രതിസന്ധിയാണോ അപകടത്തിലേക്ക് നയിച്ചതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം പരിശീലന പറക്കലിടെ അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉള്ളത്. ഗൗരവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും വിമാനം തകർന്നു എന്ന കാര്യം വ്യോമസേന ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർത്തത്.